അപ്പോൾ നമ്മളിവിടെ ഒരു MDFൻ്റെ വുഡാണ് എടുത്തത്. ഒരു 3 mm തിക്നെസ് ഉള്ള ഉണ്ട്. നമുക്ക് അതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇനിയത്. ഈ MDFൻ്റെ വുഡാണെങ്കിൽ നമുക്ക് നല്ല ക്ലിയർ സൗണ്ടായിരിക്കും, ഈ മുഴക്കമൊന്നും വരില്ല. അതുപോലെ തന്നെ ഈ ഒത്തിരി ബോക്സുകൾ വരുന്നുണ്ട് ഇങ്ങനെ പ്ലാസ്റ്റിക് കേസിനകത്ത്, അതിൽ നല്ലൊരു ക്ലിയർ സൗണ്ടായിരിക്കും വുഡിനകത്ത് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഞാനിതിനകത്ത് ഒരു 50 mm സൈസുള്ള 2 സ്പീക്കറാണ് എടുക്കുന്നത്. സ്പീക്കർ ഒരു ഫുൾ റേഞ്ച് സ്പീക്കറാണിത്. 5 വാട്ടിൻ്റെ 2 സ്റ്റീരിയോ ആയിട്ടാണ് ചെയ്യുന്നത്. ഇത് മാക്സിമം ഏറ്റവും ചെറുതാക്കി ഉണ്ടാക്കാവുന്ന ഏത് ലെവലാണ് അതിലാണ് ഇത് ചെയ്യുന്നത്. കാരണം ഈ ഒരു സ്പീക്കറിൻ്റെ സൈസും അതിൻ്റെ കാര്യങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ ഇതിലും ചെറുതാക്കാൻ തീരെ വയ്യ അതിനകത്ത്. അപ്പോൾ അങ്ങനെയാണത് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെല്ലാം ഫിക്സ് ചെയ്തു. അതിനകത്ത് നല്ല ഒരു ബാസ് റിഫ്ലക്റ്റഡ് ടൈപ്പ് സ്പീക്കറാണത്. ഇതൊരു TV-യുടെ ഒരു ഓൾഡ് TV-യുടെയാണ്. ഓൾഡ് TV അല്ല, ഒരു LCD TV പാനലിലാണ്. ഞാൻ ഇതിന് മുമ്പ് ഒരു പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ TV-യുടെ ഒരു സ്പീക്കറാണ്. ലാപ്ടോപ്പിൻ്റെ ഒരു ബാറ്ററിയാണ് ഉപയോഗിച്ചേക്കുന്നത്. അത് കംപ്ലൈൻ്റ് ആയത്. ഇതാണ് അതിൻ്റെ ബ്ലൂടൂത്ത് ബോർഡ്. അതുപോലെ തന്നെ കോളിംഗ് ഫങ്ഷനും അതുപോലെ ആംപ്ലിഫയർ എല്ലാം കൂടി ഒരു ബോർഡാണിത്. അതിനകത്ത് ഒരു 5 വോൾട്ട് ഇൻപുട്ട് ഉണ്ട്, നമ്മുടെ മൊബൈൽ ചാർജ് കണക്ട് ചെയ്യാം. അതുപോലെ ഒരു മൈക്ക്, പിന്നെ ഒരു ബാറ്ററിയുടെ പോസിറ്റീവ് നെഗറ്റീവ്. ഇതിന് നമുക്ക് വേറെ ഒരു ബാറ്ററി ചാർജർ അല്ലെങ്കിൽ ബാറ്ററി ഒരു കൺട്രോളറിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ഇതിൽ തന്നെ എല്ലാം ഉണ്ട് ഈ ബോർഡിൽ. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. നല്ലൊരു ബോർഡാണ് ഇത്. നല്ലൊരു 5 വാട്ട് 5 വാട്ടല്ല 10 വാട്ടാണ്. 5 ചാനൽ സ്റ്റീരിയോയാണ്. നല്ലൊരു ബോർഡാണ്. ഇതാണ് ലാപ്ടോപ്പിൻ്റെ ബാറ്ററിയാണിത്. ഞാൻ വേറൊരു ബാറ്ററി വെച്ചാണ് ഇത് ചെയ്തേക്കുന്നത്. ഇത് ഇങ്ങനെ ഓപ്പൺ ചെയ്തെടുക്കാം. നമുക്ക് ഇതിനകത്ത് ബോർഡുണ്ട്. അത് സാധാരണഗതിയിൽ ആ ബോർഡാണ് കംപ്ലൈൻ്റ് ആവുന്നത്. ചാർജിങ്ങിൻ്റെ പ്രോബ്ലം വന്നിട്ട് ബോർഡ് കംപ്ലൈൻ്റ് ആവും. അതുപോലെ തന്നെ 1-2 ബാറ്ററിക്ക് ഇതിനകത്ത് ഡാമേജ് ആവാറുണ്ട്. നല്ലൊരു MAH നല്ല MAH ആണ്. 2000 MAH മിനിമം ഇതിന് വരാറുണ്ട്. ഒറ്റ ബാറ്ററി ഉപയോഗിച്ചാൽ നമുക്കൊരു 8 മണിക്കൂറോളം പാട്ട് കേൾക്കാം, ഇതുപോലത്തെ ഒരു ബാറ്ററി ഉണ്ടെങ്കിൽ. രണ്ട് സ്പീക്കറിലോട്ടുള്ള കണക്ഷൻസ് എല്ലാം ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിനെ ഒന്ന് ഫിക്സ് ചെയ്യാം കവറിനകത്ത്. ടെമ്പററി ആയിട്ടാണ് ഈ ബാറ്ററി വെച്ചിരിക്കുന്നത്. ഇതിനെ റിമൂവ് ചെയ്യാനുള്ളതാണ്. ജസ്റ്റ് ഇതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളും എല്ലാം ഒന്ന് കറക്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബാറ്ററി അതിനകത്ത് വെച്ചിരിക്കുന്നത്. എല്ലാം ചെക്കിങ് എല്ലാം ഒന്ന് ടെസ്റ്റ് ചെയ്ത് ഓക്കെ ആണെന്ന് പറഞ്ഞാൽ ബാറ്ററി നമുക്ക് റിമൂവ് ചെയ്തിട്ട്, കാരണം അത് റിമൂവ് ചെയ്തിട്ട് നമുക്ക് ഇൻസേർട്ട് ചെയ്യാവുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. കംപ്ലൈൻറ്റ് വന്നാൽ നമുക്ക് റീപ്ലേസ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് ആ രീതിയിലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിനുള്ള ഹോളാണ് വുഡിനകത്ത് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മുടെ സ്വിച്ചിന് വേണ്ടിയിട്ടുള്ളൊരു ബോർഡാണ്. അതിൻ്റെ ആ ഒരു സ്വിച്ചുകളാണ്, ജസ്റ്റ് പുഷ് ബട്ടൺ സ്വിച്ചുകളാണ്. ഇതിൻ്റെ കൂടെയുള്ള കിട്ടുന്ന ഒരു മൊഡ്യൂളാണ്. ഇതിനെ കട്ട് ചെയ്തു. കാരണം ഒരു പഴയ ഹെഡ്ഫോണിൻ്റെ ഒരു കവർ ഉപയോഗിച്ചിട്ട് അതിനൊന്ന് കറക്റ്റാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ സ്വിച്ചിനെല്ലാം കട്ട് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ മെഷർമെൻറ്റിൽ തന്നെ അതിനെ സോൾഡർ ചെയ്ത് ഫിക്സ് ചെയ്യുകയാണ്. നമ്മുടെ ഇതൊന്ന് ഗ്രൈൻഡ് ചെയ്ത് നമ്മൾ ലെവലാക്കിയ സാധനം. ഇതിൻ്റെ കേസ് അതിപ്പോൾ ഒരു കാണാൻ മനയായില്ലേ. ഇനി നമുക്കിതിനൊരു പ്രൊട്ടക്ഷൻ ആയിട്ടുള്ളൊരു മെഷ് കൊടുക്കാം. ഒരു മെറ്റലിൻ്റെ മെഷാണിത്. ഞാൻ വേറെ പഴയ എടുക്കുന്നു. ഒരു നല്ല ഹാമർ കൊണ്ട് നന്നായിട്ട് അടിച്ച് ഫിക്സ് ചെയ്തു. ഇതാണ് അതിൻ്റെ ബാറ്ററിയുടെ ഹോള്. ഒരു കണക്ടറൊക്കെ വെച്ചിട്ടാണ് ഞാനത് ചെയ്തേക്കുന്നത്. നമുക്ക് എന്തെങ്കിലും കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് റീപ്ലേസ് ചെയ്യാനാണ്. കറക്റ്റ് ഒരു ബാറ്ററിയുടെ ലെങ്ത് ഉള്ളൂ ആ സ്പീക്കറിൻ്റെ ഹൈറ്റ്.
റബ്ബർ വെച്ചിട്ട് അതിനെ ഫിക്സ് ചെയ്തു. റീപ്ലേസ് ചെയ്യാൻ എളുപ്പമുണ്ടാവും. അതിന് ചാർജിങ് പോർട്ട് നമ്മുടെ ഇത് തൊട്ട് താഴെ കണ്ടാണ് മൈക്കിൻ്റെ പോർട്ട്. 3 സ്വിച്ച് ഉണ്ട്. അതെല്ലാം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ടേൺ ഓൺ, അതുപോലെ തന്നെ അതിൽ തന്നെ പോസ്, അതുപോലെ കോൾ എടുക്കാൻ നമുക്ക് ഉണ്ട്. ഒരു പാട്ട് വെച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കാം.